കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബികോം സ്റ്റുഡൻസിൻ്റെ ബിസിനസ് റെഗുലേഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ചാപ്റ്റർ 11 പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള ചാപ്റ്റേഴ്സ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നോട്ട്സിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക, അതിൻ്റെ ലിങ്കും താഴെയുണ്ട്. ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും അതേപോലെ തന്നെ ഇൻസ്റ്റയുടെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കാം, നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മൾ വീഡിയോസ് ഇടുന്നതിൻ്റെ കാര്യങ്ങളും പിന്നെ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയാസ് ത്രൂ ആണ് നിങ്ങൾ അറിയിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 11 പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കോൺട്രാക്റ്റ് എങ്ങനെയാണ്, ഒരു വോയിഡ് കോൺട്രാക്റ്റ് എന്താണ്, ക്വാസി കോൺട്രാക്റ്റ് എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുമ്പോഴത്തെ ഒരു കാര്യമാണ്. Okay, so the performance of the contract take place when the parties to the contract fulfill their obligations arising under the contract within the time and in the manner prescribed. അതായത് നമ്മളിപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് ഫുള്ളി പെർഫോം ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം കൃത്യമായിട്ടുള്ള സമയത്ത്, കൃത്യമായിട്ടുള്ള ഡേറ്റിന്, കൃത്യമായിട്ടുള്ള രീതിയിൽ അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മളത് ഒരു പെർഫോംഡ് കോൺട്രാക്റ്റ് എന്നതിനെ നമ്മൾ വിളിക്കുള്ളൂ. ഇനി പലതരത്തിൽ പെർഫോമൻസ് നടക്കാം. ഒരാളുടെ ഭാഗത്തു നിന്ന് മാത്രം പെർഫോമൻസ് വരാം, 2 പേരുടെ ഭാഗത്തു നിന്നും വരാം. പക്ഷേ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരാം. അങ്ങനെ പലതരത്തിലുള്ള പെർഫോമൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ അതിൽ പറയുന്നത് ആക്ച്വൽ പെർഫോമൻസ് ആണ്. ആക്ച്വൽ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു കോൺട്രാക്റ്റാണ്. 2 വ്യക്തികൾ ഉണ്ടായിരുന്നു. 2 വ്യക്തികളും അവരവരുടെ ഒബ്ലിഗേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമതലകൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ പറയാണ് എൻ്റെ വണ്ടി ഞാൻ 2 ലക്ഷം രൂപയ്ക്ക് വിൽക്കാം എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ നിങ്ങളത് ശരി എന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ എനിക്ക് തന്നിട്ട് നിങ്ങളത് വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ 2 പേരും അവരവരുടെ ഭാഗത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുക. ഇനി അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തൊരു വിഭാഗമുണ്ട്. ഈ അറ്റംപ്റ്റഡ് പെർഫോമൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടെൻഡർ എന്നുള്ളത്. സോ വെൻ എ പ്രോമിസർ ഹാസ് മെയ്ഡ് എൻ ഓഫർ ഓഫ് പെർഫോമൻസ് ടു ദ പ്രോമിസി ആൻഡ് ദ ഓഫർ ഹാസ് നോട്ട് ബീൻ ആക്സെപ്റ്റഡ് ബൈ ദ പ്രോമിസി, ഇറ്റ് ഈസ് കോൾഡ് ആൻ അറ്റംപ്റ്റഡ് പെർഫോമൻസ്. അതായത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഓഫർ വെക്കുവാണ്, എൻ്റെ വണ്ടി 2 ലക്ഷം രൂപയ്ക്ക് വിൽക്കാനുണ്ട്, നിങ്ങൾ വാങ്ങുന്നുണ്ടോ എന്നുള്ളൊരു ഓഫർ വെക്കുന്നു. നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു കോൺട്രാക്റ്റ് അവിടെ പെർഫോം ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ, ഞാനൊരു ഓഫർ വെച്ചു, നിങ്ങളത് എന്താണ് പറയുന്നത്, വേണ്ട, എനിക്ക് ആ വണ്ടി വേണ്ട എന്ന് നിങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ കഴിഞ്ഞു, അവിടെ പെർഫോമൻസ് അവിടെ നടന്നില്ല. പക്ഷെ അവിടെ അറ്റംപ്റ്റ് ചെയ്തു, ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞു, ആ ഒരു കോൺട്രാക്റ്റ് നടപ്പിലാവാനുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് വന്നില്ലേ. അപ്പോൾ അങ്ങനെയുള്ള പെർഫോമൻസുകളെ നമ്മൾ അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്നാണ് പറയുക. അല്ലെങ്കിൽ ടെൻഡർ അല്ലെങ്കിൽ പെർഫോം ഓർ ടെൻഡർ എന്നുള്ള രീതിയിലാണ് ഈ ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസിനെ നമ്മൾ വിളിക്കുന്നത്. ഇനി ഈ ടെൻഡറിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്. ടെൻഡർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസും ടെൻഡർ ഓഫ് മണി. ഗുഡ്സോ സർവീസസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഗുഡ്സോ സർവീസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുടെ സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ടെൻഡർ ഓഫ് ഗുഡ്സോ സർവീസ് എന്നാണ് വിളിക്കുക. അതല്ല മണിയുടെ കേസാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരാൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല അങ്ങനെയൊക്കെയുള്ള കേസാണെങ്കിൽ അതിനെ നമ്മൾ ടെൻഡർ ഓഫ് മണി ആയിട്ടാണ് പറയുന്നത്. ഇനി അടുത്തത് ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ടെൻഡർ. ഒരു വാലിഡ് ടെൻഡർ ആവണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന കുറച്ച് പോയിൻറ്റ്സ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവണം. അതൊരു അൺകണ്ടീഷണൽ ആയിരിക്കണം, പ്രോപ്പർ ടൈം ആൻഡ് പ്ലേസിൽ വെച്ചിട്ട് ചെയ്തതായിരിക്കണം. ദെൻ ഷുഡ് ബി ഇൻ റെസ്പെക്റ്റ് ഓഫ് ദി ഓൾ ഒബ്ലിഗേഷൻ, കറക്റ്റായിട്ടുള്ള ചുമതലയുടെ പേരിലായിരിക്കണം നമ്മൾ കോൺട്രാക്റ്റിലേക്ക് വരേണ്ടത്. പ്രോപ്പർ ഫോമിൽ അത് നമ്മൾ കണ്ടക്ട് ചെയ്യണം. അതിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തിയുമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കോൺട്രാക്റ്റ് മുന്നോട്ടേക്ക് വെക്കണം. ദെൻ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ടു ഇൻസ്പെക്ട്. ദെൻ ദ പേഴ്സൺ മേക്കിംഗ് ദ ടെൻഡർ മസ്റ്റ് ബി ഏബിൾ ടു വില്ലിംഗ് ടു പെർഫോം ഹിസ് ഒബ്ലിഗേഷൻ. അതിൽ പറഞ്ഞിരിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും അവരുടെ ചുമതലകൾ കംപ്ലീറ്റ് ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. ഇതാണ് ഒരു ടെൻഡറിൻ്റെ എന്താ പറയുക എസെൻഷ്യൽസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത്
ഹൂ മേ പെർഫോം ദി കോൺട്രാക്റ്റ്, ആർക്കൊക്കെയാണ് ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റുക? പ്രോമിസർക്കും അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനും പ്രോമിസറുടെ ഏജൻറ്റിനും വേറൊരു തേർഡ് പേഴ്സണും ജോയിൻറ്റ് പ്രോമിസേഴ്സിനും ഒക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനി ആർക്കാണ് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളത്? ആർക്കൊക്കെയാണ്? നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പ്രോമിസിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ്, പോളിസിയുടെ തേർഡ് പാർട്ടി, പോളിസിയുടെ ജോയിൻറ്റ് പ്രോമിസേഴ്സ്. അപ്പോൾ ഇവർക്കൊക്കെയാണ് അതിൽ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ. അടുത്തത് ഷോർട്ട് എസ്സേക്കൊക്കെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനാണ് ടൈം ആസ് എസെൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം സമയത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ് ചോദിക്കുന്നത്. സോ ടൈമിനെ ഒരു എസെൻസ് ആയിട്ടാണ് പറയുന്നത്, അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് പറയുന്നത്. മീൻസ് ദാറ്റ് ദ ടൈം ഈസ് എൻ എസെൻഷ്യൽ ഫാക്ടർ ആൻഡ് ദെർഫോർ ദി കൺസേൺ പാർട്ടീസ് മസ്റ്റ് പെർഫോം ദിയർ പ്രോമിസസ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം. അതിലൊരു ടൈം പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഫെബ്രുവരി 12, സെപ്റ്റംബർ 6, ഒക്ടോബർ 8 അങ്ങനൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ നമ്മൾ ആ ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. Okay, the time for performance, if mentioned in the contract, must be strictly observed. In the case of commercial transactions, the time fixed for delivery of goods is always taken as the essence, but not the time for payment of price unless otherwise agreed. അതായത് ഇപ്പോൾ നമ്മൾ ബിസിനസ്സിനൊക്കെ വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് ഒക്കെ എത്തിക്കുന്ന കേസൊക്കെ ആണെങ്കിൽ അവർക്ക് ടൈമിന് സാധനം എത്താന്നുള്ളതാണ്, പൈസയുടെ കൈമാറ്റമൊക്കെ പിന്നെ ടൈമിന് സാധനം എത്താന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വൈകിക്കഴിഞ്ഞാൽ മൊത്തം പ്രൊഡക്ഷനും അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങും സെയിൽസും എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിലേ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഏതൊരു കോൺട്രാക്റ്റിലും എന്ന് പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിൽ പറയുന്നൊരു കാര്യം എന്താണ് റെസിപ്രോക്കൽ പ്രോമിസസ് എന്നുള്ളതാണ്. നമ്മൾ മുന്നത്തെ ചാപ്റ്ററിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പാർട്ടി ഒരു പ്രോമിസ് മേക്ക് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഒരു പ്രോമിസ് മേക്ക് ചെയ്യുന്നു. ദെൻ അടുത്ത പാർട്ടി അതിന് തിരിച്ച് എക്സ്ചേഞ്ച് ഓഫ് പ്രോമിസസ്, തിരിച്ച് അതിനും പ്രോമിസ് തന്നെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ, അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് വെക്കുന്നതിനെയാണ് നമ്മൾ റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് വിളിക്കുക. അത് മാത്രം അതിൽ നോക്കിയാൽ മതി. പിന്നെ റൂൾസ് റിഗാർഡിംഗ് പെർഫോമൻസ് ഓഫ് ദ റെസിപ്രോക്കൽ പ്രോമിസസ് ആണ്. അതിൽ പലതരം റൂൾസിനെ പറ്റി പറയുന്നുണ്ട്. സൈമിൾട്ടേനിയസ് ആയിട്ട് വേണം പെർഫോം ചെയ്യാൻ, രണ്ടുപേരും ഒരേ സമയത്തേക്ക് വേണം ഒരു പ്രോമിസ് മുന്നോട്ടേക്ക് വെക്കാൻ. ദെൻ ഓർഡർ ഓഫ് ദ പെർഫോമൻസിന് അനുസരിച്ചിട്ടായിരിക്കണം ആ ഒരു പ്രോമിസ്. ദെൻ എഫക്ട്സ് ഓഫ് പ്രിവെൻറ്റിങ് ദ പെർഫോമൻസ്, നമ്മൾ ഒരു പെർഫോമൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എഫക്ട്സ് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ നോൺ പെർഫോമൻസ് ബൈ ദ പാർട്ടി ഹു ഈസ് ടു പെർഫോം ഫസ്റ്റ്. ദെൻ റെസിപ്രോക്കൽ പ്രോമിസസ്, ഒരാൾ ലീഗലും ഒരാൾ ഇല്ലീഗലും ആയിട്ടായിരിക്കും ഉണ്ടാവുക, അതിനാണ് ഈ റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഈ ലാസ്റ്റത്തൊന്നും നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. എന്താണ് റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പഠിക്കുക, ടൈം ആസ് എസെൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് എന്ന് പഠിക്കാം. പിന്നെ ആർക്കൊക്കെ ഒരു കോൺട്രാക്റ്റിൽ പെർഫോം ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ ഡിമാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ പല ടൈപ്സ് ഓഫ് പെർഫോമൻസ്, ആക്ച്വൽ പെർഫോമൻസ്, അറ്റംപ്റ്റഡ് പെർഫോമൻസ്. അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഇസ് എഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 2, ലൈക്ക് ടെൻഡർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസും ടെൻഡർ ഓഫ് മണി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.